കേരള രാഷ്ട്രീയം ഒരിക്കൽ കൂടി ഒരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഒരു വർഷം മുൻപ് കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന മാങ്കൂട്ടം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തൊടുത്തുവിട്ട വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമാകുകയാണോ? മാങ്കൂട്ടം ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. എന്നാൽ അന്ന് അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ ഒരു പ്രവാചകന്റെ വാക്കുകൾ പോലെ ഇന്നും നമ്മുടെ കൺമുന്നിൽ തെളിയുന്നു. എവിടെയാണ് മാങ്കൂട്ടത്തിന് പിഴച്ചത്? എവിടെയാണ് പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് പാളിച്ച സംഭവിച്ചത്? ആ വാക്കുകളിലൂടെ നമുക്കൊരു യാത്ര പോകാം. ഒരു വർഷം മുൻപാണ് കേരളം ഉറ്റുനോക്കിയ ആ പ്രസംഗത്തിൽ മാങ്കൂട്ടം പിണറായി വിജയനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. അന്ന് അദ്ദേഹം ചോദിച്ചു, ആരാണ് പിണറായി വിജയൻ? ഈ ഭരണം ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു? സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടുകയായിരുന്നു മാങ്കൂട്ടം. ഓരോ സാധാരണക്കാരന്റെയും പ്രതിസന്ധികൾക്ക് നേരെ മുഖം തിരിക്കുന്ന മുഖ്യമന്ത്രി, പാർട്ടി നേതൃത്വം, മന്ത്രിമാർ ഇവരെല്ലാം ഒരുപോലെ ജനങ്ങളിൽ നിന്ന് അകലുകയാണെന്ന് അദ്ദേഹം അന്ന് തുറന്നടിച്ചു. അന്നത്തെ ആ പ്രസംഗം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. അതൊന്ന് കാണാം. ഇവിടെ ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ പറഞ്ഞു വെച്ചത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയ്ക്കകത്തില്ല എന്നാണ്. അതിന് സ്പീക്കറും CPM പറഞ്ഞ ന്യായീകരണം മുഖ്യമന്ത്രിക്ക് ശബ്ദം വരുന്നില്ല എന്നാണ്. ഒരാളുടെ രോഗാവസ്ഥയെ പരിഹസിക്കാനില്ല. കാരണം ഞങ്ങളുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടമായപ്പോൾ ഒരുപാട് പരിഹസിച്ച ആളുകളാണ് അപ്പുറത്തുള്ളവർ. അതുകൊണ്ട് രോഗാവസ്ഥയെ ഞാൻ പരിഹസിക്കുന്നില്ല. പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ ആ ശബ്ദം ഉയരുക ഈ നാട്ടിലെ സംഘപരിവാറിന് വേണ്ടിയിട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BJPയുടെ ഒരു MLA പോലും ഇല്ലാതിരുന്നിട്ടും സംഘപരിവാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 98 സംഘപരിവാറിന്റെ നിയമസഭാ സാമാജികന്മാരോടാണ് UDFന്റെ ഈ നാടിന്റെ 42 ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ മുൻപ് വിചാരിച്ചിരുന്നത് RSSന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് ആൾത്തറകളിലാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് RSSന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് അത് CPMന്റെ നേതൃത്വത്തിനകത്താണ് എന്ന് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറ്റം ചെയ്യുന്നവന്റെ അവന്റെ കുറ്റകൃത്യം തേടാനാണ് ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയപ്പോ ശ്രീ BR അംബേദ്കറും അതുപോലെ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റുവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. കുറ്റകൃത്യം ചെയ്യുന്നവന്റെ മതം ചികഞ്ഞു പോകുന്ന പാരമ്പര്യം ഈ രാജ്യത്ത് തുടങ്ങി വെച്ചത് സംഘപരിവാറായിരുന്നുവെങ്കിൽ ആ സംഘപരിവാറിന്റെ പാരമ്പര്യത്തെ അതേ പാതയിലൂടെ കുറ്റം ചെയ്യുന്ന ആളുകളുടെ അവരുടെ മതം ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള CPMന്റെ നേതാക്കന്മാർ. സ്വർണം കടത്തുന്നവരത്രയും മുസ്ലിം സമുദായക്കാരാണത്രേ. സ്വർണം കടത്തുന്നവരത്രയും മലപ്പുറം ജില്ലക്കാരാണത്രേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ സ്വർണ്ണക്കടത്ത് കേസ്, ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് 100 ദിവസത്തിലധികം ജയിലിൽ കിടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഷാഡോ ഓഫീസർ, അയാൾ മലപ്പുറം ജില്ലക്കാരനാണോ? അയാൾ ഇസ്ലാം നാമധാരിയാണോ? മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ്, അവർ മലപ്പുറം ജില്ലക്കാരിയാണോ? അവർ മുസ്ലിം സമുദായങ്ങളാണോ? അപ്പോ ഈ നാട്ടിൽ സ്വർണം കടത്തുന്നത്, സ്വർണം പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് എങ്കിൽ ആ മതത്തിന്റെ പേര് CPM എന്നാണ് എന്ന് ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് പറയാം. സ്വർണം പൊട്ടിക്കുന്ന, സ്വർണം കടത്തുന്ന ഒരു അധോലോക സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് UDYFന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ട് നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഏറെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികന്മാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, അവർ ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ മതേതരത്വത്തിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് അതിശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാദങ്ങളെ തോൽപ്പിക്കാൻ, ആ വാദങ്ങളെ ശബ്ദം വെച്ച് തോൽപ്പിക്കുവാൻ അവിടുത്തെ സംഘപരിവാറിന്റെ MLA ശ്രമിക്കുമ്പോ ഈ നാടിതെല്ലാം കാണുന്നുണ്ട് എന്ന് ഉത്തമമായ ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണം. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ഒരു സംസ്ഥാനത്തെ ഉണ്ടാക്കി ഡീലിമിറ്റേഷൻ നടത്തി BJP മണ്ഡലങ്ങൾ മാത്രം ഉണ്ടാക്കിയ കശ്മീരിൽ സംഘപരിവാരത്തിന്റെ താമര വാടിയിട്ടുണ്ട് എങ്കിൽ 2026 ആണ്ടിൽ ഈ കേരളത്തിലെ സംഘപരിവാരത്തിന്റെ പിണറായി വിജയന്റെ താമരയും നാടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, പ്രിയപ്പെട്ട CPMന്റെ നേതാക്കന്മാരോട്
നിങ്ങളുടെ പ്രവർത്തകർ പോലും അസ്വസ്ഥരായി അവർ കാട്ടുന്ന അസഹിഷ്ണുതയുടെ പേരാണ് ഇന്ന് നിങ്ങളുടെ ഒരു നിയമസഭാ സാമാജികൻ മറുപക്ഷത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുകയും നിങ്ങളുടെ പാർട്ടി പതാക പിടിക്കുകയും നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ സംഘപരിവാരത്തിന് വിടുമതി ചെയ്യുന്നത് സഹിക്കാൻ വയ്യാതെ ഉണ്ടാകുന്ന പിന്തുണയാണ് എന്നത് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഈ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ തൃശൂർ പൂരത്തെ കലക്കി BJPക്ക് ഒരു സീറ്റ് കൊടുത്ത പിണറായി വിജയനോട് ഈ നാട്ടിലെ മതേതര ജനങ്ങൾ ഒരു കാലത്തും മാപ്പ് കൊടുക്കുവാൻ പോകുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന്, ഈ തുടർ സമരങ്ങളുടെ പരമ്പരയ്ക്ക് ഇന്നത്തെ സമരത്തിന് ഔപചാരികരുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.